ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഹബക്കൂക്ക് 2:3. എടുത്തവർക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹബക്കൂക്ക് 2:3. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചത് നിന്റെ കാതുകൊണ്ട് നീ കേട്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെട്ടു വരും. അതിന് തടസ്സമായി ലോകത്തിൽ ഏതെല്ലാം ശക്തികൾ എഴുന്നേറ്റ് നിനക്കെതിരെ വാടകോരിയാലും ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥനയ്ക്കായി വെച്ച വിഷയത്തിന് മറുപടി വരും. അത് താമസിക്കയില്ല. യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം വായിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യം. നമുക്ക് ദർശനം നീ കണ്ടവനാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ച വ്യക്തിയാണെങ്കിൽ, മുൻപുള്ളവേ നീ ഓർക്കണ്ട. മുൻപുള്ള നാളുകളിൽ നീ ആഗ്രഹിച്ചത് പലതും നിനക്ക് അനുകൂലമായി വരാതെ പ്രതികൂലമായി വന്നിട്ട് നീ മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് വാവിട്ട് പൊട്ടിക്കരഞ്ഞ് നീ ജീവിക്കണമോ ജീവിക്കണ്ടായോ എന്ന് ചോദിച്ച് നീ നിരാശയോടെ തളർന്ന് വീണപ്പോൾ, ഒരു കണ്ണിനും ദയ തോന്നാതെ നിന്നെ മാറ്റി നിർത്തിയുടെ മുമ്പിൽ സർവശക്തനായ ദൈവം പറയുകയാണ്, മോനെ മുൻപുള്ളവ നീ ഓർക്കണ്ട. അടുത്തേ, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. സ്വത്രം, നീ അതിനെ ഓർത്ത് വിലപിക്കണ്ട. വരുവാനുള്ള ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകി തരാമെന്ന് പറഞ്ഞത് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് ലഭിക്കുമെന്ന് വായുകൊണ്ട് നീ ഏറ്റുപറയുകയും ചെയ്താൽ, വ്യക്തമായി പറയട്ടെ, ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും നിന്റെ ദർശനത്തിന്റെ പൂർണ്ണത നീ പ്രാപിക്കും. നീ ആഗ്രഹിച്ച മഹത്വത്തിലേക്ക് നീ ഉയർത്തപ്പെടും. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നീ ഒരനുഗ്രഹമാകും. ശാപം പേറി ജന്മമെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ദേശത്തിന്റെ മധ്യത്തിൽ നിന്റെ തല ഉയരത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കുടുംബക്കാർ, നിന്റെ കൂട്ടുകാർ, നിന്റെ വീട്ടുകാർ, നിന്റെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ, സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന നിന്നോട് കർത്താവ് പറയുക, മോനെ നീ ഒരു അനുഗ്രഹമാകും. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം സങ്കീർത്തനം 128:1, സ്തോത്രം, അവന്റെ വഴികളിൽ നടന്നാൽ മതി. സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം അവന്റെ വഴികളിൽ നടന്നാൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. യെശയ്യാ 45:2 പറഞ്ഞ്, നിനക്ക് മുമ്പായി സ്വത്രം ആര് പോകും? കർത്താവ് പോകും. സ്വത്രം, കാരണം നീ നോക്കിയത് ദൈവത്തിന്റെ തിരുമുഖത്തേക്കാ. നിന്റെ സങ്കടങ്ങൾ പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയില. നീ ആഗ്രഹിച്ചത് ദൈവമഹത്വം കാണാനാ. അങ്ങനെങ്കിൽ നീ പോകുന്ന വഴിയിൽ ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ നിന്നെ കാക്കുവാൻ സർവശക്തന്റെ ദൂതനോട് കൽപ്പിച്ചാക്കും കുഞ്ഞെ. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. നീ ആഗ്രഹിക്കുന്ന ആ ദൈവമഹത്വം നീ കാണും. വ്യക്തമായി പറയട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിയാണ്ടല്ലോ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെട്ട് വരും. നമുക്ക് തിരുവെഴുത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 45-ാം അധ്യായം അതിന് 28-ാം വാക്യം ഇങ്ങനെ
പറയുന്നത്, മതി, എന്റെ മകൻ യോസേഫ് ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. സ്തോത്രം. നഷ്ടങ്ങളുടെ കണക്ക് മൊത്തം നോക്കിയിരുന്ന് വാർദ്ധക്യകാലം ദുഃഖത്തോടെ നരയെ പാതാളത്തിൽ ഇറക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വിലപിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ ഓർത്ത് കരയുന്ന യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇക്കാലം ഇത്രയും ഞാൻ എന്റെ ദൈവസന്നിധി കരഞ്ഞത് എന്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത. പക്ഷെ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ല. എന്റെ കണ്ണുനീരിന് മറുപടി എന്റെ സ്വർഗം എനിക്ക് തന്നു. എന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ എന്റെ മകനെ വേഗത്തിൽ പോയി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സ്വത്രം. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ കാണും. സ്വത്രം. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഉയർച്ച പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞ് സമൂഹത്തിലുള്ളവരെല്ലാവരും ചേർന്ന്, നീ ജനിച്ച സമയം തെറ്റായ സമയത്താണ് നീ ജനിച്ചത്, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലൊന്നും നിനക്കൊരു നല്ല കുടുംബ ജീവിതമോ ഒരു സന്തോഷകരമായ ഭാവിയോ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവളുമാക്കി നിന്നെ തള്ളിക്കളഞ്ഞ, നിന്നെ സ്വർഗം കണ്ടത് സ്തോത്രം തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കാന. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വഴിയിട്ടേച്ച് പോകത്തില്ല. നോക്കൂ, യോസേഫ് അത്രയും കരഞ്ഞതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. സ്തോത്രം. കാരണം യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ പൂർണ്ണതയിൽ യാക്കോബിന് മനസ്സിലായി അവൻ ഞങ്ങളുടെ രാജാവാകും. പക്ഷേ തന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്ത് തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി എന്നൊരു വാർത്ത താൻ കേൾക്കുമ്പോൾ യാക്കോബ് പറഞ്ഞൊരു കാര്യമാ, എന്റെ ദുഃഖം നരയോടുകൂടി ഞാൻ പാതാളത്തിലേക്ക് പറഞ്ഞു വിടും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം നിനക്കൊരു ദർശനം തന്നെങ്കിൽ അത് നീ കണ്ടത് വിശ്വാസത്തോടെ ആണെങ്കിൽ, അത് നിന്റെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്വപ്നത്തെ തകർക്കുവാൻ, ആ ആഗ്രഹത്തെ ഇല്ലാതാക്കുവാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി അവൻ വച്ചിരിക്കുന്നു, അത് ഞാൻ പ്രാപിക്കും. നമുക്ക് വിശ്വാസത്തോടെ താനത് കാണുകയാണ്. ഇന്ന് രാത്രികാലം വ്യക്തമായി കൊണ്ട് പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് ശത്രു നാലുപാടുന്നു വാട പോരുമ്പോൾ ശത്രുവിന്റെ വാക്ക് കേട്ട് നിങ്ങൾ പുറകോട്ട് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറ, ഈ ശത്രുവിന്റെ തല തകർത്ത് ജയം തരുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ ദൈവമേ. നീ എന്നെ മറന്നു കളയല്ലേ, എന്റെ കുഞ്ഞുങ്ങളെ മറന്നു കളയല്ലേ, എന്റെ കൂട്ടാളിയെ മറന്നു കളയല്ലേ, എന്റെ കുടുംബത്തെ മറന്നു കളയല്ലേ. ആരെല്ലാം ഇട്ടേച്ചു പോയാലും കർത്താവേ നീ എന്നെ ഇട്ടേച്ചു പോകല്ലെന്ന് സർവശക്തന്റെ സന്നിധി പറയാൻ തയ്യാറുണ്ടോ? തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ കണ്ണുമുൻപാകെ നീ കാണുക തന്നെ ചെയ്യും. നോക്ക്, യാക്കോബ് തന്റെ മകനോട് പറയുന്ന ഒരു കാര്യം, സ്വത്രം, നീ ഈ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? അവനിട്ട് വല്ലതും ഉണ്ടോ അറിയാൻ? പക്ഷെ ആ സ്വപ്നം കൊടുത്തത് സർവശക്തനായ ദൈവമാണെന്ന് ആർക്ക് മനസ്സിലായി? യോസേഫിന് മനസ്സിലായി. വ്യക്തമായി പറയട്ടെ, ആ സ്വപ്നം അവനെ കൊണ്ട് എത്തിച്ചത് സ്വത്രം എവിടെയാണെന്ന് അറിയാമോ? തന്റെ കൂടപ്പിറപ്പുകളുടെ സ്വത്രം കരങ്ങളിലാ. സ്വത്രം. ആ കൂടപ്പിറപ്പുകൾക്ക് ആ സ്വപ്നത്തിന്റെ പൂർണ്ണത അപ്പൻ പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ യോസേഫിനെ അവരെല്ലാവരും കൂടെ ചേർന്ന് സ്വപ്നക്കാരൻ വരുന്നെന്ന് പറഞ്ഞ് അവനെ കൊന്നുമുടിക്കാൻ ശ്രമിച്ചു. സ്വത്രം. വ്യക്തമായി പറയട്ടെ, തല്ലിക്കൊന്നെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അവന് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൂടപ്പിറപ്പിൽ ഒരുത്തം പറയുന്നൊരു വാക്ക് കേൾക്കണമേ, നമുക്ക് അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി അവന് കച്ചവടക്കാർക്ക് വിട്ടുകളയാം. അങ്ങനെ അവനെ വിറ്റുകളയുമ്പോൾ അവനെ അടിമയാക്കി വിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അവൻ ഉടമയാകത്തില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമെന്ന് പറഞ്ഞ് പിശാച് നാലുപാട് നിന്നും നിന്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് പോരാടുമ്പോൾ, കുഞ്ഞ്, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണെന്നും അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണെന്നും നിന്റെ കണ്ണുനിന്ന് മറികടന്ന് പോകാത്ത ദൈവമാണെന്നും വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ട്, എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ ഞാൻ സന്തോഷത്തോടെ യാത്ര ചെയ്യും, കാരണം അവൻ
അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും എൻ്റെ കർത്താവ് മറക്കുകയില്ല. നിന്നോട് ചെയ്ത വാഗ്ദത്തത്തിന് നിവർത്തി നിന്നിൽ പൂർത്തീകരിക്കുന്ന കാലം വരെയും ഒരു ശത്രുവിന്റെ കാര്യത്തിലും വിട്ടുകൊടുത്ത് നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചില പരിശോധനകൾ, ചില പരീക്ഷകൾ, ചില പ്രതികൂലങ്ങൾ ഒക്കെ ജീവിതത്തിന് നേരെ കടന്നു വരും. പക്ഷെ അതൊന്നും നിന്റെ നാശത്തിനല്ല, അത് നിന്നെ ഉയർച്ചയ്ക്കാ. കാരണം എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ വിശ്വസ്തനായി നിന്നോടുകൂടെ അന്ത്യത്തോളം ഉണ്ടാകും. അടിമച്ചന്തയിൽ അടിമയാക്കി വിൽക്കപ്പെട്ട യോസേഫിന്റെ ജീവിതത്തിൽ അവൻ ചെന്നപ്പെട്ടത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. സ്തോത്രം. കുഞ്ഞെ, നീ ആശ്രയിക്കുന്ന ദൈവമുണ്ടല്ലോ, നിന്നെ താഴേക്ക് വിടത്തില്ല, നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. സ്തോത്രം. ആരൊക്കെ നീ ഉയരത്തില്ലെന്ന് പറഞ്ഞു വാദിച്ചെഴുന്നേറ്റ് വന്നാലും അവരെ തല തകർത്തുകൊണ്ട് നിനക്ക് സ്വർഗം ചെയ്യാൻ തരും. വ്യക്തമായി പറയട്ടെ, അടിമയായി വാങ്ങിച്ചോണ്ട് പോയ യോസേഫിനെ കൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ സ്വത്ര രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇവിടുത്തെ എല്ലാത്തിനും അധിപതിയായിട്ടിരുന്നോ. സ്വത്രം. എൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരും നിനക്ക് അധികാരമുണ്ട്. സ്വത്രം. നോക്ക്, യോസേഫ് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിനകത്ത് സ്വത്രം യാത്ര ചെയ്യുമ്പോൾ സ്വത്രം അവിടെ അവന് ശത്രു എഴുന്നേറ്റ് അവനെ കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, ചില കാരാഗ്രഹ സമമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുമ്പോൾ കുഞ്ഞെ, നീ ഭയപ്പെടല്ലേ. നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. സ്വത്രം. കാരണം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വന്ന് ഭവിക്കത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ, അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ സന്തോഷത്തിന്റെ കാലത്തിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടുപോയി മാനിക്കും. സ്തോത്രം. നമുക്ക് യോസേഫ് പറയുന്നൊരു വാക്ക് കേൾക്കണേ, എൻ്റെ അപ്പൻ മറന്നു, എൻ്റെ അമ്മ മറന്നു, പക്ഷേ എൻ്റെ ദൈവം എന്നെ മറന്നില്ല. സ്തോത്രം. ദൈവം അവനെ മറന്നില്ല. നോക്ക്, അപ്പക്കാരെ പ്രമാണി മറന്നു, പാനപാത്ര വാഹകൻ മറന്നു, അപ്പൻ തന്റെ മകന്റെ നഷ്ടമോർത്ത് കരഞ്ഞു വിലപിച്ച് തളർന്നു, കൂടപ്പുറപ്പുകൾ അവനെ ഇല്ല എന്നോർത്ത് സന്തോഷിച്ച് ആർത്ത് നിവർക്കുമ്പോൾ സർവശക്തനായ ദൈവം ദർശനം കൊടുത്തവൻ നോക്ക ദർശനത്തിന്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുക. കുഞ്ഞെ, വ്യക്തമായി പറയട്ടെ, മനുഷ്യരൊരു പക്ഷെ നിന്നെ നോക്കി പറയും, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന്. സ്തോത്രം. നിനക്ക് ബുദ്ധിയില്ലാത്തവനാണെന്ന്, നിനക്ക് സൗന്ദര്യമില്ലാത്തവനാണെന്ന്, നിനക്ക് കഴിവില്ലാത്തവനാണെന്ന്, നിന്നെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി 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 വേദനകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ താങ്ങാൻ കഴിയാത്ത വേദന പോയി ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വ്യക്തമായി പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ അവൻ നിനക്കൊരർത്ഥവും വന്നു ഭവിക്കാതെ അന്ത്യത്തോളം നിന്നെ കാക്കും. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 3:16-17 വാക്യം വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 3:16-17 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 3:16-17 വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദർശനം കണ്ട ദൈവപതിലേ, വിശ്വാസത്തോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവപതിലേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. സ്വത്രം. ആ മന്ദിരത്തെ സ്വത്രം ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. Praise the Lord. Praise the Lord. കാരണം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ഒരനർത്ഥവും വരുത്താതെ കാക്കാമെന്ന് പറഞ്ഞ കർത്താവ് സ്വത്രം സൂക്ഷിക്കുമെന്ന് വിശ്വസിയുടെ മഹത്വം ദൈവത്തിന് കൊടുക്ക്. മത്സരികളാകാതെ സ്വത്രം, മത്സരികളാകാതെ സ്വത്രം. നമ്മൾ താഴോട്ട് വായിച്ചാൽ 1 കൊരിന്ത്യർ ലേഖനം 1:12-13 വാക്യം വായിച്ചു കഴിഞ്ഞാൽ സ്വത്രം അവിടെ പറയുന്നു, നിങ്ങളുടെ പിണക്കം, കോപം, ഈർഷ്യ, ദ്വന്ദ്വപക്ഷം ഒക്കെ നിൽക്കുന്നു. സ്വത്രം. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സ്വത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തിന് ഇഷ്ടം
ചെയ്യുന്നവനായി, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവളായി മാറ്റപ്പെട്ടേ മതിയാകൂ. അങ്ങനെയെങ്കിൽ സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണം. സ്തോത്രം. ദൈവത്തിന് സൗരഭ്യയാഗമായി നമ്മെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ സ്തോത്രം, നിന്റെ മുൻപിലുള്ള സകല പ്രതികൂലങ്ങളെയും സ്വർഗം എടുത്തു മാറ്റി നിന്നെ ജയത്തോടെ നടത്തും. സ്തോത്രം. 1 കൊരിന്ത്യർ 2:9 വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നു, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ദൈവമഹത്വമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, നിന്നെ കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. നീ ദൈവത്തിന് പ്രസാദമുള്ള മകനാ, നീ ദൈവത്തിന് പ്രസാദമുള്ള മകളാ. നിന്നെ ഒതുക്കിക്കെട്ടാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ ആരൊക്കെ ശ്രമിച്ചാലും സ്വർഗം അവരെ തകർക്കും, നിനക്ക് ജയം തരും. വ്യക്തമായി പറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം അതിന്റെ പൂർണ്ണതയിൽ നിന്ന് വെളിപ്പെടണമെങ്കിൽ സ്തോത്രം. 28-ാമത്തെ ആവർത്തനം 28:1 വായിച്ചാൽ അവിടെ കാണാൻ കഴിയും, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് യഹോവ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ദൈവമായ യഹോവ നിന്നെ സകല ജാതികൾക്ക് മീതെ ഉന്നതനാക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, യോസേഫ് കണ്ട സ്വപ്നം അപ്പൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾക്ക് അവനോട് സ്നേഹത്തിന് പകരം ദേഷ്യമാണ് തോന്നിയത്. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുന്ന നിന്നെ ആരാക്കുമെന്ന സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, യോസേഫ് ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ട് തന്റെ ദർശനത്തിന്റെ പൂർണ്ണത എന്ന പോലെ സകലർക്കും മീതെ ഉന്നതനായി മാറ്റപ്പെട്ടു. നോക്ക്, അപ്പൻ കരഞ്ഞ് 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 ഇരിക്കുമ്പോൾ അപ്പന്റെ കണ്ണു തുറന്ന് അപ്പൻ കണ്ടത് സ്തോത്രം, തന്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മകനയച്ച രഥങ്ങളെയും കുതിരകളെയും കണ്ടത്. സ്തോത്രം. നോക്ക്, നീ ദൈവസന്നിധി കരയുമ്പോൾ നിന്റെ കണ്ണുനീരിന്റെ ആഴം അളന്നിട്ട് നിനക്ക് മറുപടി തരുവാൻ എന്റെ കർത്താവ് മതിയായവനാ. പക്ഷേ പലപ്പോഴും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്ന സാഹചര്യങ്ങളായിരിക്കും നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരുന്നത്. എന്നാൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നിന്നോട് ചെയ്ത വാഗ്ദത്തത്തെ നിവർത്തി തികയുന്ന കാലം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ദൈവത്തെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ, നിന്റെ കണ്ണുനീരിന് മറുപടി വരും. യോഹന്നാന്റെ പുസ്തകം 30-10 വായിച്ചാൽ അവിടെ ഇങ്ങനെ കഴിയും, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം കണ്ടപ്പോൾ, സ്തോത്രം, തങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി അവർ സമർപ്പിച്ചപ്പോൾ സ്വർഗം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ വിപത്തിനെ ദൈവം എടുത്തു മാറ്റിയതുപോലെ കരഞ്ഞ യാക്കോബിന്റെ കണ്ണുനീരിന് മറുപടിയായി സ്വർഗം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മകന് തിരികെ കൊടുക്കാൻ പദ്ധതിയിട്ടെങ്കിൽ ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, തലമുറയെ ഓർത്താണോ നീ കരയുന്നത്? നിന്റെ കൂട്ടാളിയെ ഓർത്താണോ നീ കരയുന്നത്? നാളെയെ ഓർത്താണോ നീ കരയുന്നത്? നിന്റെ ശരീരാത്മതയിൽ വ്യാപരിക്കുന്ന രോഗത്തിന് ശമനമില്ലല്ലോ ഓർത്താണോ നീ കരയുന്നത്? കുഞ്ഞ് വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ പറ, എന്നെ ശക്തനാക്കുന്ന ദൈവമേ, അങ്ങ് സകലത്തിലും മതിയായവനാ. ഈ പ്രതികൂലത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമേ എന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ കണ്ണീരൊഴുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, രാത്രിയാമങ്ങളെ പകലുകളാക്കി ഉപവസിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, ദൈവപാദപീഠത്തിൽ നെടുമ്പാട് വീഴാൻ നീ തയ്യാറാകുമെങ്കിൽ, ഏത് വലിയ രോഗമാണെങ്കിലും, ഏത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമായാലും അത് നിന്നെ വിട്ടു പോകും. ഒരിക്കൽ പോലും യോസേഫ് പുറത്തു വരത്തില്ല എന്നുള്ള തീരുമാനം ആ കൊട്ടാരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്ക്, രാജാവിന്റെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു സ്വപ്നം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്.
പലരും നിന്നെ നോക്കി പറയും നിനക്കൊരു കഴിവുമില്ല, നീ രക്ഷപ്പെടത്തില്ല. പലരും നിന്നെ നോക്കി പറയും നിന്റെ കുഞ്ഞിനി ഒരിക്കലും പുറത്തു വരത്തില്ല. പലരും നിന്റെ കുടുംബത്തെ നോക്കി പറയും ഇത്രയൊക്കെ ഉള്ളൂ നിന്റെ ഉയർച്ച, ഇനി നീ ഉയരത്തില്ല. പലരും നിന്റെ ഭാവിയെ നോക്കി പറയും ഇവിടം കൊണ്ട് നീ തീർന്നു പോകും. സ്തോത്രം. എന്നാൽ വ്യക്തമായി പറയട്ടെ, നീ സേവിക്കുന്നത് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന, കാൽവറിയെ മരണത്തെയും പാതാളത്തെയും ജയിച്ച് പുറത്തു വന്ന യേശുവിനെയാണെങ്കിൽ നീയും പുറത്തു വരും. സ്തോത്രം. അത് തകർന്നവനായിട്ടായിരിക്കത്തില്ല, തകർന്നവളായിട്ടായിരിക്കത്തില്ല. പിന്നെയോ തൊഴുത്തിൽ നിന്ന് പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വമായി നീ പുറത്തു വരും. രാജാവിന്റെ ഉറക്കത്തെ സ്വർഗം കെടുത്തി. സ്തോത്രം. ആ താൻ കണ്ട സ്വപ്നത്തിന്റെ പൂർണ്ണത മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. കഴുതയെ കൊണ്ട് പോലും തന്റെ ദാസന്മാരെ മടക്കിക്കൊണ്ടുവരാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ കൊട്ടാരത്തിലെ ജ്ഞാനികളും ദർശകന്മാരും അതുപോലെ മറ്റ് ശകുനവാദികളും ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് മറച്ചിട്ട് യോസേഫിന് ദർശനത്തിന്റെ പുനഃ വെളിപ്പെടുത്തി കൊടുക്കുവാൻ സ്വർഗത്തിലപ്പന് മനസ്സുണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ ദർശനത്തിന്റെ പൂർണ്ണ സമയമായതുകൊണ്ടാ. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ഇന്നലകളിൽ നീ ഒഴുക്കി കണ്ണുനീരുണ്ടല്ലോ, അതവൻ തുരുത്തിയിൽ പകരുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ നീ പറഞ്ഞു എന്റെ കണ്ണുനീരിന് മറുപടിയില്ല, എന്റെ നിലവിളി സ്വർഗം കേൾക്കുന്നില്ല, അതെന്റെ കുറവ് കൊണ്ടാണ്, എന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയമാണ്. അല്ല കുഞ്ഞെ, നിന്റെ ദർശനം, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഒരു പൂർണ്ണതയിലെത്തിക്കുവാൻ നിന്റെ മുമ്പുള്ള സകല ദുർഘടങ്ങളെ മാറ്റണമായിരുന്നു. അതിനവരുടെ അവധി വെച്ചതാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുമ്പുള്ള അസാധ്യങ്ങൾ മാറിപ്പോകണം, അതിന് സ്വർഗം ഒരു അവധി വെച്ചതാ. സ്വത്രം. പക്ഷെ നീയോ അതോർത്ത് പിറുപിറുത്ത് പിന്മാറി. സ്വത്രം. ഇല്ലയോ? സ്വത്രം. ഞാൻ എത്രയോ ഉപവാസങ്ങൾ വെച്ചു, ഞാൻ എത്രയോ പ്രാർത്ഥനകൾ നടത്തി, ഞാൻ എത്രയോ പേർക്ക് സഹായങ്ങൾ ചെയ്തു, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ഞാനോ തകർന്നു പോയി. സ്വത്രം. ഇനി ഞാൻ ഒരിക്കലും ഉയരത്തില്ല, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പിറുപിറുത്തുകൊണ്ട് ഓടി നടക്കുക. വ്യക്തമായി പറയട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്ന് പറഞ്ഞ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിന്റെ ആഗ്രഹത്തിന്റെ പൂർണ്ണത സ്വർഗം നിനക്ക് നൽകി തരും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. സ്വത്രം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ 58:12. ഓ, തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും, പാതകളെ യഥാസ്ഥാനമാക്കുന്നവെന്ന് ഞാൻ നിനക്ക് പേർ പറയും. അങ്ങനെയാണെങ്കിൽ സ്വത്രം, അത് പറയണമെങ്കിൽ നീ രോഗം വന്ന് കടന്ന പറ്റത്തില്ല. സ്വത്രം. നീ വഴിയിൽ വീണ് തകർന്നു പോയ പറ്റത്തില്ല. പിന്നെയോ ഭൂതലത്തെ ആയുസ്സോടെയും ആരോഗ്യത്തോടെ ബലത്തോടെ നിന്നേ മതിയാകൂ. അതുകൊണ്ട് സ്വർഗം പറയുന്നത് 91 സങ്കീർത്തനം 91:16 ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ദൈവ പൈതലേ, ആയുസിന്റെ മധ്യത്തിൽ നിന്നെ ഈ ലോകത്തുനിന്ന് മാറ്റിക്കളയുന്നവനല്ല നീ സേവിക്കുന്നത്, നീ ആരാധിക്കുന്നത്. പിന്നെയോ ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നവനാ. നിന്റെ മക്കളുടെ മക്കളെ കാണുവാൻ നിന്നെ സഹായിക്കുന്നവനാ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, വിശ്വാസത്തോടെ ദൈവത്തെ നോക്കി പറയണം, കർത്താവേ, നീ ഒഴികെ ഒരു നന്മയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. നിന്നെ നിന്ദിക്കുകയും നിന്നെ പരിഹസിക്കുകയും നിന്നെ കുറ്റം പറയുകയും ചെയ്തതിന് മുമ്പിൽ എല്ലാ കാലത്തും നീ കരഞ്ഞു വിലപിച്ച് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല ഉയരും, സ്വർഗം ഉയർത്തും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ഉൽപ്പത്തി പുസ്തകം 6:13 പറഞ്ഞത്, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാട് മേധസ്സിനേക്കാളും നല്ലത്. സ്വത്രം. നോഹയോട് ദൈവം പറയുകയാണ്, നോഹേ, നീ ചെന്ന് ജനത്തോട് പറയണം, സ്വത്രം, മഴ വരാൻ പോകുന്നു, രക്ഷപ്പെട്ടുകൊള്ളുക എന്ന്. പക്ഷേ നോഹ പ്രസംഗിച്ചിട്ട് ആരും അത് ശ്രദ്ധ വെച്ച് കേട്ടില്ല. ഭ്രാന്തനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, ഈ
ദൈവത്തിന്റെ വചനം ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഇതിലും വലിയ മെസ്സേജുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതിലും വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ല. സ്വത്രം. ഞാൻ മാത്രം എല്ലാവരുടെയും നടുവിൽ ഒറ്റപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവളായി. എന്നെ ഒന്ന് താങ്ങുവാൻ, എന്നെ ഒന്ന് സഹായിക്കുവാൻ, എന്നെ ഒന്ന് കൈപിടിച്ചു കൊണ്ടുപോകാൻ എനിക്ക് ആരുമില്ല എന്ന്. കുഞ്ഞെ, ലോകം കൈപിടിച്ചു കൊണ്ടുപോയാൽ പകുതി വഴിക്ക് ഇട്ടേച്ചു പോകും. സ്വത്രം. ലോകം നിന്നെ താങ്ങിയാലുണ്ടല്ലോ, അവന്റെ കരം ബലഹീനമാകുമ്പോൾ നിന്നെ ഇട്ടേച്ചു പോകും. പക്ഷേ സ്വർഗത്തിലെ അപ്പന്റെ കരത്തിലാണ് നീ ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ ആ അപ്പൻ നിന്നെ അന്ത്യത്തോളം ചേർത്ത് പിടിക്കും. സ്തോത്രം. നോക്ക്, ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സ്തോത്രം. എന്തുകൊണ്ട്? കർത്താവിന്റെ ബലമുള്ള കരത്തിൽ നീ ഇരിക്കുന്നതുകൊണ്ട് അതൊന്നും നിന്നെ തൊടാതെ നീ അതിനെ ചവിട്ടുമെന്ന് ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ. യോസേഫ് നോക്ക്, തന്റെ കൂടപ്പുറപ്പുകളെ കണ്ടപ്പോൾ സ്തോത്രം താൻ പറയുകയാണ്, നിങ്ങൾ നാളുകൾക്ക് മുമ്പേ വിറ്റ യോസേഫാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കാലം ഈ സഹോദരന്മാർ അവനിനി ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്ന യോസേഫിനെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നീ വിശ്വസിച്ചത് ആരെയാ? നീ പ്രാർത്ഥിച്ചത് ആരോടാ? നിന്നോട് വാഗ്ദത്തം ചെയ്തത് ആരാ? നീ കണ്ട വിശ്വാസം എന്താ? സ്വത്രം. നീ പ്രാർത്ഥിച്ചത് സർവശക്തനായ കർത്താവിനോടാണെങ്കിൽ, സ്വത്രം, നീ വിശ്വസിച്ചത് അവന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാണെങ്കിൽ, നീ കണ്ടത് ദൈവമഹത്വമാണെങ്കിൽ, കുഞ്ഞെ, അതിന് തടസ്സമായി ലോകത്തിൽ ആരൊക്കെ എഴുന്നേറ്റ് വന്നാലും സ്വർഗം അത് നിനക്ക് നിവർത്തിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ തനിച്ചായി പോയി. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ അടുക്കലേക്ക് വന്ന് നിനക്ക് നിറച്ചു തരും. അതുകൊണ്ട് മോളെ, നീ ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാ. വിശ്വാസിയെ, വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിക്ക്. സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നു? സ്വത്രം. നീ ഒരു അനുഗ്രഹമാകും. Praise the Lord. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യം വായിച്ചേ പെട്ടെന്ന്. സ്വത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്വത്രം. നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹം. നീ ശപിക്കപ്പെട്ടവനാകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ നീ, കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിയ നീ, സ്വത്രം, കർത്താവിന്റെ വചനം ചുമക്കുന്ന നീ, സ്വത്രം, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന നീ, കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന നീ ശപിക്കപ്പെട്ടവനായി തീരുമെന്നല്ല പറഞ്ഞത്, അനുഗ്രഹമായി തീരുമെന്ന്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആരുടെ സന്നിധിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, മറുപടി അയക്കും? ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. സ്വത്രം. മരണത്തെയും പാതാളത്തെയും ജയിച്ച് നിനക്ക് വേണ്ടി സ്വർഗോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന, നിന്റെ അവകാശങ്ങളെ പിതാവിൽ നിന്ന് പ്രാപിച്ച് നിനക്ക് വേണ്ടി തരുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്വത്രം. നേർച്ചകൾ കൊണ്ടോ, കാഴ്ചകൾ കൊണ്ടോ, കൂതാശകൾ കൊണ്ടോ, കർമ്മങ്ങൾ കൊണ്ടോ ഒരിക്കലും സർവശക്തൻ നിന്നിൽ പ്രസാദിക്കത്തില്ല. നുറങ്ങിയ ഹൃദയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവത്തോട് അറിയിച്ചാൽ അത് അവൻ നിവർത്തിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൻ തരും, അമ്മ തരും, കൂടപ്പറപ്പുകൾ തരും, സ്നേഹിതർ തരും, സർക്കാർ തരും എന്നൊക്കെ പറയുന്ന പറച്ചിലുണ്ടല്ലോ, ഒരു പരിധി വരെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പരിധി കൂടാതെ നിനക്ക് തന്നു നിറപ്പാൻ കഴിവുള്ളവനാ സർവശക്തനായ ദൈവം. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കു കുഞ്ഞെ. നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിന് നന്മയുടെ പുറകെ പോകാതെ നിത്യമായ സന്തോഷം നൽകി ജീവാന്ത്യത്തോളം കരം പിടിച്ചു വഴി നടത്താമെന്ന് പറഞ്ഞ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്ക്.
നിന്റെ ശരീരാത്മതയിൽ വ്യാപരിക്കുന്ന രോഗത്തിന് ശമനമുണ്ടാകും. സാമ്പത്തികമായ അവസ്ഥയിൽ നീ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകും. തലമുറയുടെ വിദ്യാഭ്യാസ ഭാവിയെ ബ്ലോക്ക് ചെയ്ത് അവൻ ഇനി ഒരിക്കലും മുൻപോട്ട് വിടുക എന്ന് പറഞ്ഞ ആ ശത്രുവിന്റെ തല തകർത്തതിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിന് ഒരു ഉയർച്ച കൊടുക്കും. നിന്റെ കലവറുടെ ശൂന്യത കൊണ്ടുവന്ന് ഇനി ഒരിക്കലും നീ നന്മ അനുഭവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറയുന്ന ആ ശൂന്യത എടുത്തു മാറ്റി നിറവിന്റെ അവസ്ഥ കൊണ്ടുവരും. സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് വിശന്ന് തളർന്ന് പരവശനായി സരാഭത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിധവ രണ്ട് വറവ് പറക്കിക്കൊണ്ട് നിൽക്കുന്നു. ദാഹം കൊണ്ട് അവൻ ചോദിച്ചു, സഹോദരി, ഒരിത്തിരി വെള്ളം കിട്ടുമോ? ഒരിത്തിരി വെള്ളം കൊണ്ട് തരാൻ കഴിയുമോ? വളരെ സന്തോഷത്തോടെ നടന്നലഞ്ഞു വരുന്ന ക്ഷീണിതനായ മനുഷ്യനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളം ഒന്ന് അലിഞ്ഞു. നമ്മുടെ ഉള്ളം അലിയുന്ന സ്വഭാവം ഇല്ല. സ്തോത്രം. നമ്മുടെ ഉള്ളം കഠിനമായിട്ട് കാലം കുറേയായി. ഇപ്പൊ ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിച്ച് ദൈവം തരുന്ന നന്മയേക്കാൾ കൂടുതൽ ലോകത്തുനിന്ന് പിടിച്ചു പറിക്കാൻ നിൽക്കുക. വ്യക്തമായി പറയട്ടെ, ആ പാവപ്പെട്ട സഹോദരിയുടെ ഉള്ളലിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾക്ക് വിശപ്പും ദാഹവും എന്താണെന്നറിയാം. സ്വന്തം നമുക്കിപ്പോൾ വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. അതിൻ്റെ കാരണം വിശന്നാൽ വല്ലതും തിന്നണ്ടേ, തിന്നാൽ ചത്തുപോകുന്നുള്ള പേടിയല്ലേ. അതുകൊണ്ട് വിശന്നാലും മിണ്ടത്തില്ല, ദാഹിച്ചാലും കുടിക്കത്തില്ല, ചത്തുപോകും. കുഞ്ഞെ കർത്താവ് പറയുന്നത്, തിന്നടാ മക്കളെ, വിശപ്പടങ്ങുമാർ തിന്നടാ, ദാഹം തീരുമാർ കുടിക്കടാ, നിനക്കൊരു ദോഷവും വന്ന് ഭവിക്കത്തില്ല. പക്ഷെ നമുക്ക് ഭയമാ. ആ സഹോദരി ആ ഏലിയാവിന്റെ ദാഹവും വിശപ്പും കണ്ടപ്പോൾ വെള്ളമെടുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ആ ഏലിയാവ് പറഞ്ഞ്, മോളെ ഒരട കൂടി ഉണ്ടാക്കി കൊണ്ടുപോരെ. സ്വത്രം. അവൾ പറഞ്ഞ ഒരു വാക്കൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണേ. ഒരു പിടി മാവേ ഉള്ളൂ, ഇത്തിരി എണ്ണയേ ഉള്ളൂ. ദൈവപുരുഷനുണ്ടോ? വിടാതെ കയറാൻ അറ്റത്ത് പിടിച്ചിട്ട് പറയുക, ആദ്യം ഉള്ള ഒരെണ്ണം എനിക്കുണ്ടാക്കി കൊടുത്ത. സ്വത്രം. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മളിൽ പലരും ആയിരുന്നെങ്കിൽ ആ വഴിക്ക് വരെ നിൽക്കത്തില്ല, ഓടി രക്ഷപ്പെടും. ഓടുന്ന ഓട്ടത്തിൽ കുറെ ചീത്തയും പറയും. സ്വത്രം. പക്ഷെ ആ സഹോദരി തൻ്റെ ഉള്ളുരുകി, ഞാനും എൻ്റെ കുഞ്ഞു തിന്നാലും മരിക്കും, തിന്നില്ലെങ്കിലും മരിക്കും. അതുകൊണ്ട് ഉള്ളതിൻ്റെ ഒരു വീതം എവിടുന്നോ വന്ന ആ മനുഷ്യനോട് കൊടുത്തിട്ട് കഴിക്കാം, മരിക്കാം. ഓക്കെ. തൻ്റെ ഉള്ളിൻ്റെ ഉള്ളറ കണ്ട സ്വർഗത്തിലെ ദൈവം ഉള്ളു നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തത് കലം നിറഞ്ഞൊഴുകുന്ന എണ്ണയും മാവുമാ കൊടുത്തത്. ഇന്ന് രാത്രികാലം ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന സർവശക്തനാണ് നിങ്ങൾ ആശ്രയിച്ചതെങ്കിൽ, ലോകം നോക്കി നിൽക്കേ, നിന്റെ കൂടപ്പുറപ്പുകൾ നോക്കി നിൽക്കേ, നിന്റെ കൂട്ടുവിശ്വാസികൾ നോക്കി നിൽക്കേ, നീ നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വത്രം. ഇക്കാലത്തെ കഷ്ടമൽപ്പ സാരമില്ല നേടിക്കൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അവനാർക്കും കടക്കാരനല്ല. സ്വത്രം. അവനാർക്കും ബാധ്യതയല്ല. അവന്റെ സന്നിധിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവദാസന്മാരെ നിന്റെ ഭവനത്തിനകത്ത് കയറ്റി പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ തന്ന ട്രാക്ട് നീ വാങ്ങിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് കൂടെ നീ തല ഉണക്കിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ നീ ഒരിക്കലും തോറ്റു പോകത്തില്ല. ഇന്നൊരു പക്ഷെ തോന്നാം, ഞാൻ തോറ്റിരിക്കുന്നു, അയ്യോ ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്. ഇല്ല കുഞ്ഞെ, നീ തോറ്റു എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് സ്വർഗ്ഗം നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരും. കാരണം എൻ്റെ അപ്പൻ പറയുന്നത്, സ്വത്രം, നിനക്ക് കഴിയാത്തത് എൻ്റെ അടുക്ക കൊണ്ടുവന്ന. സ്വത്രം. നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്ന കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാനത് നിവർത്തിച്ചു തരാം. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്റെ ദർശനത്തിന്റെ പൂർണ്ണത,
നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിനക്ക് തരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേശത്തെ വാടകോരി നിന്ന് വെല്ലുവിളിക്കുന്ന ഏതെല്ലാം അന്ധകാര ശക്തികളുണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ, അവരുടെ തല തകർത്തുകൊണ്ട് നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ച് തന്ന് ദേശത്തിന് മുമ്പിൽ നിന്റെ തല ഉയർത്തി നിന്റെ നാവ് കൊണ്ട് പറയിക്കും, എന്റെ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരുന്നു, അവൻ എന്റെ കണ്ണുനീര് തുടച്ചു, അവൻ എന്നെ ഇന്നയോളം കൊണ്ടുവന്നു. ഈ നല്ല രാത്രികാലം വ്യക്തമായി പറയട്ടെ, അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. സ്വത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം. സ്വത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം. സ്വത്രം. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ 128:2 നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വത്രം. വ്യക്തമായി പറയട്ടെ, അവനാർക്കും കടക്കാരനല്ല. സ്വത്രം. അവനാർക്കും ബാധ്യതയല്ല. ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും സർവശക്തൻ അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞും വിലപിച്ചും എല്ലാ കാലത്തും നടക്കേണ്ടി വരത്തില്ല. നിന്റെ കണ്ണുനീർ അവൻ തുടയ്ക്കും. നിന്റെ കഷ്ടപ്പാടിന്റെ കാലങ്ങളെ ഓർത്ത് അവൻ ഇരട്ടി പ്രതിഫലം തന്ന് നിന്നെ ഉയർത്തി മാനിക്കും. എല്ലാം തീർന്നു, ഇനി തന്റെ ദുഃഖത്തെ നരയെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞ് വേദനയോടെ ഇരിക്കുന്ന യാക്കോബ് കണ്ടത് സ്വത്രം തന്റെ മകൻ അയച്ച രഥങ്ങളും കുതിരകളും ആണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ നിനക്ക് വേണ്ടി സ്വർഗീയ കലവറ തുറന്ന് നിന്നെ ഉയർത്തി മാനിക്കുന്ന കാലം വരെയും കണ്ണുനീരോടെ നീ അവന്റെ സന്നിധി ഇരിക്കണം. എന്നിട്ട് വേണം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സകലതും നഷ്ടപ്പെട്ട യാക്കോബ് ദൂതനോട് മല്ലുപിടിക്കുമ്പോൾ സ്വർഗം അവന്റെ സ്തുതിക്ക് മാറ്റം വരുത്തിയതുപോലെ ദൈവ പൈതലേ, ലോകത്തിന് മുമ്പിൽ നീ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിന് സന്നി ശ്രേഷ്ഠനാകാൻ നീ ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ കണ്ണുനീരിൽ വിതയ്ക്കുന്ന അർപ്പോടെ കൊയ്യുന്ന ആ ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ല രാത്രിയിൽ ആ കർത്താവിന്റെ കരുത്തിനെ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.